വരനെ ആവശ്യമുണ്ട്. എന്ത് പറ്റി? അയ്യോ ചതിച്ചോ ദൈവമേ, 2 പ്രാവശ്യം അറ്റാക്ക് വന്ന പുള്ളിയാ. ഉറക്കത്തിൽ കിടന്ന് വീണ്ടും കുഴപ്പമായോ? ഇങ്ങോട്ട്, ഇത് രാത്രിയാ. അയ്യോ പൊത്തോന്നൊക്കെ എന്തിനാ കിടന്ന് കൂവി വിളിക്കുന്നത്? മനുഷ്യ, ഉറങ്ങാൻ കിടക്കുമ്പോ നല്ല ചിന്തയോടെ കിടക്കണം. മൈക്ക് എവിടെ? ഏത് മൈക്ക്? ജനസാഗരം എവിടെ? ജനസാഗരം? അതെന്തോന്ന്? എന്റെ ഭവാനെ, ഈ നട്ടപ്പാതിരാക്കി ഇങ്ങനെയൊക്കെ വട്ടായോ? രാത്രി മൈക്കും ജനസാഗരവും ഒക്കെ തിരക്കുന്നു. അയ്യോ അയ്യോ വിട്, ഇതെന്റെ കഴുത്ത്. അയ്യോ, നിങ്ങൾ എന്തിനാ എന്റെ കഴുത്തി പിടിക്കുന്നത്? മനുഷ്യ, ഇതെന്റെ കഴുത്താ, നിങ്ങളെ മൈക്കല്ല. അയ്യോ, ഇത് നീ ആയിരുന്നോ? നിങ്ങൾ പിന്നെ എന്തോ വിചാരിച്ച്? പഞ്ചായത്ത് മൈതാനി ആയിരിക്കുമെന്ന്. പഞ്ചായത്ത് മൈതാനമോ? നിങ്ങൾ വല്ല സ്വപ്നം കണ്ടു കാണും. ഞാനൊരു സ്വപ്നം കണ്ടു. ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതും അതിൽ ഞാൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതും മറ്റും. ജയിച്ച ഞാൻ പഞ്ചായത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അവരെന്നെ പൊക്കിയും താഴ്ത്തിയും ഇരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ ഞാനിവിടെ വീണുപോയി. നാശം, രാത്രി ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മനുഷ്യ, വേറെ നല്ല വല്ല സ്വപ്നം ഉണ്ടേക്ക് പോയി കാണും. നീ അങ്ങ് കിടക്കുവാണോ? ചുമ്മാതിരിക്കും മനുഷ്യ. ഞാനൊരു സ്വപ്നം കണ്ടോണ്ടിരുന്നതിനിടയിലാ നിങ്ങളുടെ വിളി കേട്ടത്. ഇനി അതിന്റെ ബാക്കി കാണാൻ പറ്റുമോ എന്തോ. പ്രസിഡന്റ്, പ്രസിഡന്റ്. ഓ, ആരാ ഈ വെളുപ്പാൻ കാലത്ത് മനുഷ്യനെ മെനക്കെടുത്താൻ? കേശവനോ? ഓ, എന്താ വിശേഷം കേശവ? വിശേഷമൊക്കെ ഉണ്ട്. പ്രസിഡന്റ് ഇല്ലയോ അകത്ത്? ഏത് പ്രസിഡന്റ്? ഞാനത് മറന്ന്. നീലാണ്ട മാഷ് ഇല്ലേ അകത്ത്? ഉണ്ട്. അല്ല, അത് ഞാൻ എന്നാ പ്രസിഡന്റ് ആയത്? അതൊക്കെ ഉണ്ട്, ഒരാഴ്ച ഒന്ന് കഴിയട്ടെ. ആരാടി കവലം രാവിലെ കിടന്ന് തൊള്ള ഉറക്കുന്നത്? നമ്മുടെ കേശവനാ. നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നു. കേശവനോ? ഓ, എന്താ കേശവ പ്രത്യേകിച്ച് രാവിലെ? ഇതെന്താ ഒന്നും അറിയാത്ത പോലെ പ്രസിഡന്റ് സംസാരിക്കുന്നത്? ഇന്നാ നാമനിർദ്ദേശം കൊടുക്കേണ്ട അവസാനത്തെ തീയതി. ഓയ്യോ, ഞാനതങ്ങ് മറന്നു. ശരി, ഞാൻ ഇതാ വരുന്നു. ഓ, ഇന്ത്യയിൽ തന്നെ തവള ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ ആദ്യത്തെ ആള് നീലാണ്ടം പ്രസിഡന്റ് ആയിരിക്കും, അതുറപ്പ്. മതി മതി മതി, നീ കിടന്ന് ചലിച്ചത്. എടാ, ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 20 വർഷമായി തുടർച്ചയായി ഈ പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഓരോ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ വികാര വിജൃംഭിതനാവുന്നതാ. പ്രസിഡന്റ്, നമുക്ക് ഈ നാട്ടിലൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കണം. സ്വതന്ത്ര ചിന്തകളുള്ളൊരു പുത്തൻ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. വാർക്കാം. ശരി, വാ നമുക്ക് ഇറങ്ങാം. പിന്നെ ഇറങ്ങണതിന് മുമ്പേ ഒരു കാര്യം, കാശ് വല്ലതും ഇരിപ്പുണ്ടോ കയ്യിൽ? ഉണ്ടടാ, 10 രൂപയുണ്ട്. മീൻ മേടിക്കാൻ അവള് കരത്തിനടിയിൽ ഒളിച്ചു വെച്ചിരുന്നതാ. നീ വാ, മീൻകാരൻ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. മോളെ ഷാത്തു, മോളെ. എന്താ അമ്മേ? എടി, ഇവിടെ ഈ കലത്തിനടിയിൽ വെച്ചിരുന്ന 10 രൂപ നീ എടുത്തോ. മീൻ മേടിക്കാൻ വെച്ചിരുന്നതാ, ഇപ്പൊ അത് ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ പ്രസിഡന്റ് എടുത്തോണ്ട് പോയി കാണും. ആര്? നിന്റെ അച്ഛനോ? പിന്നല്ലാതെ ആര്? ധൃതിയിൽ കേശവനുമായിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അയ്യോ, ഇനിയിപ്പൊ എന്തു ചെയ്യും? എന്ത് ചെയ്യാനാ, എന്നത്തെയും പോലെ മത്സ്യങ്ങളെ സ്വപ്നം കണ്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ തന്നെ പ്രസിഡന്റ് അല്ലേ കേശവ? അതിനെന്ത് സംശയം? ഈ പ്രസിഡന്റ് തന്നെ ഇനിയത്തെ പ്രസിഡന്റ്. എന്റെ വിജയം ഈ നാട്ടിലൊരു കോളിളക്കം തന്നെ ഉണ്ടാക്കും അല്ലേ കേശവ?
പിന്നെ ഉണ്ടാവുമെന്ന് ജനം ഇളകും. ഇവിടെ ആരെയും ഇല്ലയോ? മോളെ മോളെ ശാർദൂല വിക്രീഡിതം. ഈ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇതേ പ്രസിഡന്റ്, അവര് 4 പേരും കൂടെ അതാ വീട്ടിന്റെ വാതിക്ക കുത്തിയിരിക്കണം. ആര് 4? പ്രസിഡന്റിന്റെ 3 പെമ്മക്കളും ഭാര്യയും. കേശവാ, ഓ, പ്രശ്നം അല്പം രൂക്ഷമാണെന്ന് തോന്നുന്നു. പ്രസിഡന്റ് ഇതിൽ ഇടപെടും. ഞാൻ പോവുക. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. കേശവ നീ പോകരുത്. നീയും കൂടെ കാരണം ഇവിടെ എന്റെ ഒരു ധൈര്യത്തിന്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോ ആളിന് ഇത്രയും പേടി പാടില്ല. ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം വേണം. ആണോ? ആണ്. ശരി. എടീ കമലം, എന്താടി നിങ്ങൾ 4 പേരും ഇങ്ങനെ മൗനവ്രതത്തില്? എടീ കാര്യം പറയടി. മോളെ ശാർദു, കാര്യം പറ. അച്ഛൻ ഞങ്ങളോട് മിണ്ടരുത്. മോളെ, ഈ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? അച്ഛൻ മീൻ വാങ്ങാനുള്ള കാശ് എടുത്തോണ്ട് പോയി. ഇത്രയോ? എടീ ഞാനത് എന്തിനു ചെയ്തെന്നാ? മടയികളെ, നിങ്ങൾ ഈ അച്ഛനെ അവിശ്വസിച്ചല്ലോ. ഞാൻ ആ കാശ് മോളെ, സ്വന്തം മക്കളെ പട്ടിണിക്കിടുന്ന ഹൃദയമില്ലാത്ത ഒരു അച്ഛനല്ല ഞാൻ ആ കാശ് എന്ത് ചെയ്തു? മക്കളെ, നിങ്ങൾ എന്നോടൊന്നും പറയരുത്. ഈ കമല എപ്പോഴും പറയാറുണ്ട് ഞാൻ മക്കളുടെ കാര്യം നോക്കുന്നില്ല എന്ന്. പക്ഷേ മക്കളെ, ഞാൻ ആ കാശ് കൊടുത്ത് ഒരു ചിട്ടിക്ക് ചേർന്നു. ഒരു 10 രൂപയുടെ കുറവുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ അച്ഛൻ കലത്തിനടിയിൽ നിന്നും അതെടുത്തത്. അതൊരു തെറ്റാണോ മക്കളെ? നിങ്ങള് ഈ അച്ഛനെ തെറ്റിദ്ധരിച്ചല്ലോ. ഇനിയും നിങ്ങളിങ്ങനെ നിന്നാൽ ശരിയാവൂല. നിങ്ങളെയൊക്കെ കെട്ടിച്ചു വിടണ്ടേ? അതിനൊരു മാർഗമേ ഈ അച്ഛൻ കണ്ടുള്ളൂ, ഒരു ചിട്ടിക്ക് ചേരുക. എന്റെ ഭഗവാനെ, ഇവിടെയുള്ള ആൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഭാഗ്യം. അച്ഛാ, അച്ഛൻ വിഷമിക്കാതെ. ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ അതെടുത്തോണ്ട് പോയി വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന് കാണുമെന്ന്. ഇല്ല മക്കളെ, ഇല്ല. ആത്മാഭിമാനമുള്ളവനാ ഈ അച്ഛൻ. അതുകൊണ്ടാണല്ലോ മക്കളെ, ഒരു അധ്യാപകനായിരുന്ന ഞാൻ മലയാള ഭാഷയെ മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പേരുകളിലും അത് കാത്തു സൂക്ഷിക്കുന്നത്. എന്റെ മൂത്ത മകൾ ശാർദൂല വിക്രീഡിതം. കമലം, ലക്ഷണം പറ. 12 മസജം സതം ഗുരുവും ശാർദൂല വിക്രീഡിതം. രണ്ടാമത്തവൾ വസന്തതിലകം. പറയൂ. വസന്തതിലകം. തഭജം ജഗം. കൊള്ള. ഏറ്റവും ഇളയവൾ മാലിനി. നനമയ യുഗം 8 തട്ടണം മാലിനിക്ക്. കൊള്ളാം. ശരി, വാ മക്കളെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ശരി അച്ഛാ. മോനെ, അത് കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയ കസേരയാണ്ടാ. എന്റെ ദൈവമേ, കളിയിലാരെങ്കിലും ഔട്ടായാൽ ഇവിടെ എന്റെ കസേരയാണല്ലോ ഓടിയുന്നത്. അച്ഛൻ ഒന്ന് മിണ്ടാതിരിച്ച ഈ കളി കാണട്ടെ. എങ്ങനെ മിണ്ടാതിരിക്കും? കാശ് ചെലവാക്കി വാങ്ങിയത് ഞാനല്ലേ. ഇക്കണക്കിന് പോയാൽ 2-3 കളി തീരുമ്പോഴേക്കും ഇവിടെ ഒന്നും കാണത്തില്ല. എല്ലാം എന്റെ തലവിധി. അച്ഛാ, അച്ഛോ. വന്നോ അടുത്തത്? അച്ഛാ, അച്ഛൻ അറിഞ്ഞോ, ഈ കട്ടപ്പുറത്ത് കുട്ടപ്പന്റെ കവിത ഉടനെ പ്രസിദ്ധീകരിക്കും. ആ കവിത കേട്ട് ഇവിടുള്ളവർ ഞെട്ടും, ഭരണാധികാരികൾ ഞെട്ടും, സാഹിത്യ രാജാക്കന്മാർ ഞെട്ടും. നിങ്ങൾ നോക്കിക്കോ, ഞാനിവിടെ കയറൂരി വിടാൻ പോകുന്ന സാഹിത്യ വിപ്ലവം കണ്ട് നിങ്ങൾ രോമാഞ്ചമണിയും. എന്റെ കവിത നാളെ ഇവിടെ മാറ്റത്തിന്റെ ശങ്കുലി കേൾപ്പിക്കും. നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകില്ല എന്ന് നടിക്കുന്ന നിങ്ങൾ ബൂർഷ്വാ മനസ്ഥിതിയുടെ സന്തതികളാണ്. പോസ്റ്റ്. അയ്യോ, പോസ്റ്റ്മാൻ വന്നല്ലോ. എനിക്ക് കത്തോ? അച്ഛാ, ഞാൻ അയച്ച കവിത പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള അറിയിപ്പായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കവിത കണ്ടിട്ട് നാളെ നിങ്ങൾ ഞെട്ടും. ഞെട്ടുന്നതിന് മുമ്പ് നീ അതൊന്ന് പൊട്ടിച്ചു നോക്ക്, അതിലെന്താണെന്ന്. അയ്യോ, ഞാൻ അയച്ച കവിത തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. ബൂർഷ്വാസികൾ, ഏകാധിപതികൾ എന്റെ കവിത കണ്ട് അവര് ചുളുങ്ങിക്കാണും.
അത് പ്രസിദ്ധീകരിച്ചാൽ ചിലപ്പോൾ അവർക്കിപ്പോഴുള്ള സ്ഥാനമാനങ്ങൾ നാളെ കാണില്ലല്ലോ, അഥവാ എനിക്കായാലോ എന്ന ചിന്തയായിരിക്കും കാരണം. അല്ല, ഇത്രയും നല്ലതാണെങ്കിൽ അതൊന്ന് വായിക്കേ, ഞങ്ങളൊന്ന് കേക്കട്ടെ, അല്ലേടാ? എന്റെ പിതാമഹ, ഈ കട്ടപ്പുറത്ത് കുട്ടപ്പന്റെ ആത്മാംശമാണ് ഈ കവിത. ഇതാ ഞാൻ വായിക്കാം. ഞെട്ടുന്ന വയറിന്റെ പൊട്ടുന്ന തട്ടകം കട്ടതാരെന്ന് കേട്ടില്ലേ ചെരുപ്പ് കടയിലെ സുന്ദരി പെണ്ണിന് കോലാട്ടിൻ കുട്ടിയുടെ സൗന്ദര്യം. നിർത്തറ. ഇപ്പൊ ഒന്ന് നിന്റെ കവളത്ത് പൊട്ടിച്ചാലുണ്ടല്ലോ, നിന്റെ വയറിപ്പം നിറയും. ഓ, ഒന്ന് നിർത്തൂ, ഞാൻ ഈ കളിയൊന്ന് കാണട്ടെ. എന്റെ ഭഗവാനെ, നീ എനിക്ക് തന്നത് രണ്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒന്ന് സാഹിത്യം, മറ്റൊന്ന് ക്രിക്കറ്റ്. എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാ? അച്ഛനൊന്ന് സമാധാനായിട്ടിരിക്കെ. ഈ മകൻ അച്ഛന്റെ സാഹിത്യ മകനെ പോലെയൊന്നും അല്ല. ഞാനേ നാളെ ലോകം അറിയുന്ന ഒരു ബാറ്റ്സ്മാൻ ആകും. അത് കണ്ട് എന്റെ അച്ഛന് പരലോകത്തിരുന്ന് ആശ്വസിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ മരിക്കൂ? അല്ല, ഔട്ടായാലോ എന്ന് വിചാരിച്ചാണ്. അച്ഛാ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് കളിയാണ്. അത് എപ്പോൾ ഔട്ടാകുമെന്ന് പറയാൻ മാത്രം കഴിയില്ല. എന്റെ ഭഗവാനെ. ശരി നിർത്ത്. ദാണ്ടെ ഇന്ത്യൻ ടീം കളിക്കാൻ ഗ്രൗണ്ടിൽ കഴിഞ്ഞു. ഇനി കളി തീരുന്നതുവരെ ഇവിടെ ആരും മിണ്ടരുത്. പ്രസിഡന്റ്, എന്തിനാടാ വിളിച്ച് കൂവുന്നത്? പ്രസിഡന്റ്, എന്താ ഫലപ്രഖ്യാപനം വന്നു പ്രസിഡന്റ്. ഞാൻ ജയിച്ചോടാ. എന്ത് പറ, കിടക്കാതെ കാര്യം പറ. പ്രസിഡന്റ് പറ. തോറ്റ്. നീ വല്ലാതെ ആശിപ്പിച്ചു കളഞ്ഞല്ലോടാ. അത് പോട്ടെ, എത്ര വോട്ട് കിട്ടി ഇപ്രാവശ്യം? കൂടുതലാണ്. എത്ര? 3 കഴിഞ്ഞതിൽ നിന്ന് 1 കൂടുതൽ. ഓ, അതാ ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ രണ്ടുപേരെയും കൂടാതെ ആരാണ് പ്രസിഡന്റിന് വോട്ട് ചെയ്തത്? പ്രസിഡന്റിന്റെ ഭാര്യ? ഇല്ല. ഏതെങ്കിലും മക്കൾ? ഇല്ല. പിന്നെ ആര്? ആർക്കറിയാം. എന്റെ പ്രതീക്ഷകളാകെ തകരുകയാണല്ലോ കേശവ. അങ്ങ് ദുഃഖിക്കാതിരിക്കണം. ഇതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിലെ ഇലക്ഷൻ തീരൂലല്ലോ. 5 വർഷം കഴിയുമ്പോ ഇനിയും വരും ഇലക്ഷൻ. അപ്പൊ നമുക്ക് നിൽക്കാം പ്രസിഡന്റ്. അതിന് ഉറപ്പായിട്ടും ജയിക്കും. 5 വർഷത്തിന് മുമ്പും നീ ഇതായിരുന്നു പറഞ്ഞത്. അതൊക്കെ പോട്ടെ. എടാ, എന്റെ വിഷമം നിനക്കറിയില്ല. പെരനിറഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കളുടെ അച്ഛനാ ഞാൻ എങ്ങനെയാ അവരെ ഓരോരുത്തരുടെ കൈ പേയിപ്പിക്കുന്നത്? 5 പൈസ ഇല്ല കയ്യില്. ആകെയുള്ളത് മാസാമാസമുള്ള അല്പം പെൻഷൻ മാത്രമാണ്. പ്രസിഡന്റ്, അങ്ങ് ദുഃഖിക്കാതെ. നീയൊക്കെ നോക്കുമ്പോ 10-20 വർഷമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പ്രസിഡന്റിന്റെ മോളെ വിവാഹം ആലോചിക്കാനെങ്കിലും ആരെങ്കിലും വരുമല്ലോ. അങ്ങനെ ഒരാളെ എങ്കിലും അയക്കാമെന്ന് വിചാരിച്ചു. ഇനി അതും നടപ്പില്ല. കേശവ, നീ എന്തോ പത്രം വായിക്കുകയാണോ? ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് 5 പാക് തീവ്രവാദികളും മരിച്ചു. മരിക്കണമല്ലോ. യവനൊക്കെ രാജ്യം നശിപ്പിക്കാൻ തീവ്രവാദം കൊണ്ട് നടക്കുക. ഭാര്യ ഭർത്താവിനെ ഉറക്കത്തി ചെരവയ്ക്ക് അടിച്ചു കൊന്നു. ദൈവമേ, കഷ്ടം. സ്ത്രീകളുടെ ഒരു പുരോഗമനമേ. അല്ല, ഇതെന്തുവാ? എന്തുവാടാ? വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സൽഗുണസമ്പന്നയുമായ 27 വയസ്സുള്ള യുവതിക്ക് വരനെ ആവശ്യമുണ്ട്. വെളുത്ത നിറം, കറുത്ത മുടി, നീണ്ട മൂക്ക്. താല്പര്യമുള്ള യുവാക്കളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രസിഡന്റ്, ഒരു ഐഡിയ. എന്തുവാടാ? പ്രസിഡന്റ് ഇത് കണ്ടോ? വരനെ ആവശ്യമുണ്ടെന്ന പരസ്യം. അതുപോലെ നമുക്കും ഒരു പരസ്യം കൊടുത്താലോ? ചിലപ്പോ പ്രസിഡന്റിന് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല മരുമക്കളെ കിട്ടാനും സാധ്യതയുണ്ട്. ശരിയാണോടാ? ആണ് പ്രസിഡന്റ്. അങ്ങനെയെങ്കിലേ എന്റെ മൂത്ത മകൾ ശാർദൂലത്തിന്റെ പേരിൽ ഒരു പരസ്യം കൊടുത്താലോ? തീർച്ചയായിട്ടും കൊടുക്കാം.
പരസ്യക്കൂലി 50 രൂപയാവും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നടക്കുവോ? പിന്നെ തീർച്ചയായിട്ടും നടക്കും പ്രസിഡന്റ്. എന്നാ നീ അങ്ങോട്ട് എഴുത. പരസ്യവാചകം ഞാൻ പറഞ്ഞുതരാം. ഓ പേനയും പേപ്പറും എടുത്തോട്ടോ. എഴുതിക്കോ. വരനെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. എന്റെ മകൾ അതിസുന്ദരിയായ ശാർദൂല വിക്രീഡിതത്തിന് വരനെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. വെളുത്ത നിറം, കറുത്ത മുടി, കടഞ്ഞെടുത്ത ശരീരം, 165 സെന്റിമീറ്റർ നീളം, 50 കിലോ ഭാരം. അത്രയും ഉണ്ടോ? അതാണ്. ഇപ്പോൾ സാരമില്ല, ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അനുയോജ്യരായ വരന്മാരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. ആദ്യം ലഭിക്കുന്ന കത്തുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വിലാസം നീലകണ്ഠൻ, യമകവിലാസം, മഞ്ഞരി PO, കൊല്ലം. കലകിയാട്ടാ, കലക്കി. എടാ, ഇത് പ്രയോജനം ചെയ്യുമോ കേശവ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പ്രസിഡന്റ് എന്റെ പേര് ഇവിടുത്തെ പട്ടി കിട്ടും. അത് വേണോ കേശവ? വേണം. എല്ലാം താമസിയാതെ കാണും. പർവ്വതങ്ങളിലെ പച്ചപ്പിലൂടെ പാതി തുറന്ന ഹൃദയവുമായി ഞാൻ വന്നു. ചോപ്പണിഞ്ഞ സൂര്യൻ ആർത്തതും നിറകടൽ തിമിർത്തതും ഞാൻ കണ്ടു. കഴിഞ്ഞില്ല സഖീ നിന്നെ എനിക്കു മറക്കുവാൻ. കഴിയില്ല, എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് കഴിയും. ഈശോ, ഈ അച്ഛന് വരാൻ കണ്ട സമയം. അച്ഛാ, ഞാൻ കവിത എഴുതുകയാണ്. എന്റെ ടച്ചും കളഞ്ഞല്ലോ. നീ എന്തോന്നാ കഴിയില്ല എന്ന് പറഞ്ഞത്? അച്ഛാ, അത് കവിതയാ. ഈ കവിതയായാലും കൂത്തായാലും മേലാൽ ഇങ്ങനെ ഒന്നും ഇവിടെ കേൾക്കരുത്. മാത്രമല്ല നീ ഇനി എഴുതാനും പാടില്ല. അച്ഛാ, എഴുത്തുകാരന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഞാനും അതാ പറയുന്നത്. ഇനി നീ മിണ്ടരുത്. യഥാർത്ഥ സാഹിത്യത്തെ കൊല്ലുന്ന നിന്റെ ഈ എഴുത്ത് നിർത്തിക്കുവാൻ ഇനി ഞാൻ ഒരു മാർഗമേ കാണുന്നുള്ളൂ. നിന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിപ്പിക്കുക. വേണമെങ്കിൽ അച്ഛൻ എന്നെ പെണ്ണ് കെട്ടിക്കാം. പക്ഷേ എന്റെ എഴുത്ത് നിർത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ആവില്ല. ഇന്ന് പത്രത്തിൽ വരനെ ആവശ്യമുണ്ടെന്നൊരു പരസ്യമുണ്ടായിരുന്നു. പരസ്യം കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. പെണ്ണ് കെട്ടിയ നിന്റെ ഈ പണി ഒന്നും നടക്കത്തില്ല. അതൊക്കെ അച്ഛൻ തീരുമാനിച്ചാ മതി. പക്ഷേ എന്റെ സാഹിത്യം, നിന്റെ ഒരു സാഹിത്യം എന്തായാലും ഞായറാഴ്ച നീ പെണ്ണ് കാണാനൊന്ന് പോണം. ഏറ്റോ? അതേറ്റു. പക്ഷേ ഞാൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണെന്നൊക്കെ അച്ഛൻ അവിടെ വെച്ച് കാച്ചിക്കോ. അതൊക്കെ ഞാൻ ഏറ്റു. ശരി, ഞാനിതാ വരുന്നു. കഴിയില്ല. എന്ത് കഴിയില്ല? അച്ഛൻ പോയില്ലേ? ഞാൻ എന്റെ കവിതയുടെ ബാക്കി എഴുതുകയാണ്. കഴിയില്ല. നിന്നെ നേരെയാക്കാൻ എനിക്കും കഴിയില്ല. അച്ഛാ, അച്ഛനൊരു കത്ത്. എനിക്കോ? അതെ, ഞാൻ വായിച്ചു കേൾപ്പിക്കണോ അച്ഛാ? വേണ്ട, എടുക്ക. നീ അപ്പുറത്ത് പോ. പ്രിയ രക്ഷകർത്താവേ, നിങ്ങളുടെ മകളുടെ വിവാഹ പരസ്യം കണ്ടു. എൻ്റെ മകന് ഇഷ്ടപ്പെട്ടു. ആയതിനാൽ ഈ അടുത്ത് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഞങ്ങൾ 4-5 പേര് പെണ്ണിനെ കാണാൻ വരുന്നുണ്ട്. ഭഗവാനേ, നീ എന്നെ കാത്തുകൊള്ളണേ. കമലമ്മോ, എടീ കമലം. പോയി കിടക്കുക. മക്കളെ, മോളെ ശാർദു. എന്താ മോളെ, ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ ഒരാള് വരുന്നുണ്ട്. തയ്യാറായിക്കോണം. അതിന് എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അച്ഛാ. അല്ലെങ്കിലും എല്ലാ പെൺപിള്ളാരും ഇങ്ങനെ കല്യാണ കാര്യം പറയുമ്പോ ആദ്യം വേണ്ടാന്ന് പറയും. മോളെ, നമ്മുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നത്. മിക്കവാറും ഈ ഓണത്തിന് നമ്മുടെ മുറ്റത്ത് ഒരു പന്തലെങ്കിലും ഉയരാൻ ഭാഗ്യമുണ്ടാകും. മോളെ, ഞാൻ ആ കേശവനെ കണ്ടിട്ട് ദാ വരുന്നു. ശരി അച്ഛാ.
പ്രസിഡന്റ് ദേ അവര് വന്നെന്ന് തോന്നുന്നു. ഭഗവാനെ രക്ഷിക്കണേ. കയറി വരൂ, വന്നോട്ടെ വന്നോട്ടെ. കയറി വരൂ കയറി വരൂ. മോളെവിടെ? ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. പെണ്ണിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. കമലം മോളെ വിളിക്കേ. അങ്ങോട്ട് കയറി ചെല്ല് ചെല്ല്. പെണ്ണിന്റെ ഒരു നാണം. ഇതാണ് എന്റെ മകൾ ശാർദൂല വിക്രീഡിതം. മോളെ അവർക്കൊക്കെ ചായ കൊടുക്ക്. ശരി. പിന്നെ ചെറുക്കനും പെണ്ണിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ. കാണുമല്ലോ. അതിനുശേഷം മതിയല്ലോ ബാക്കി കാര്യം സംസാരിക്കാൻ. അത് ശരിയാ. ഞാൻ കട്ടപ്പുറത്ത് കുട്ടപ്പൻ, ശാർദൂല വിക്രീഡിതം അല്ലേ? അതെ. ലക്ഷണം 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. വെരി ഗുഡ്. പിന്നെ ശാർദുവിന് സാഹിത്യത്തോടൊക്കെ താല്പര്യമുണ്ടോ? ഉണ്ട്. നീലക്കടൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീല ആകാശം വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീല തോണിയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതും ഇല്ല. അല്ല, ഇതൊക്കെ ആരുടേതാ? എന്റേതാണ്. പക്ഷേ ഒന്നും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എല്ലാം വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ പൊതിഞ്ഞു കെട്ടി കൊടുത്തയക്കാം. കല്യാണം വരെ ഇനി വായിച്ചുകൊണ്ടിരിക്കാമല്ലോ. എന്നെ ശാരദുവിന് ഇഷ്ടമായോ? എനിക്കും നന്നേ ഇഷ്ടമായി കേട്ടോ. ശാരദു, വിക്രി എൻ്റെ ഭാര്യയാവുമ്പോൾ നിന്നെ ഞാൻ സാഹിത്യത്തിലെ ഒരു രാജ്ഞിയാക്കി മാറ്റും. അപ്പോൾ നമുക്ക് ആകാശത്തിലൊരു ഊഞ്ഞാൽ കെട്ടണം. അതിലൊന്നിച്ചിരുന്ന് സ്വയം മറന്ന് നമുക്ക് ആടാം. ഇവൻ എവിടെ കുറെ നേരമായിട്ട് കാണുന്നില്ല. എടാ മോനെ വാടാ, ബാക്കി പിന്നൊക്കെ മതിയടാ. അച്ഛാ, ഞാൻ ഇവിടെ നിന്നൊരു കവിത എഴുതിയിട്ട് വന്നാ പോരെ? അയ്യോ എന്റെ ദൈവമേ, ഇത് നടക്കൂലേ. അവ ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാം പറഞ്ഞതുപോലെ. കാണാം. അവരെന്തു പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും കൂടി മാറി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? ദേ മനുഷ്യ, കാര്യം എന്താണെന്ന് പറ. അവർക്ക് 2 ലക്ഷം രൂപയും 50 സെന്റ് വസ്തുവും ഒരു ഡീസൽ കാറും വേണമെന്ന്. ഭഗവാനെ, ഭഗവാനെ, നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ? ഈ ഓണത്തിനും ഈ വീട്ടിലൊരു പന്തൽ വീഴുകയില്ലേ? എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓ എന്റെ പ്രസിഡന്റ്, അങ്ങ് ദുഃഖിക്കാതെ. അങ്ങ് എന്തിനാണ് ഈ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? എന്റെ ദുഃഖം പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലടാ. ഹലോ, ആരാ? നിങ്ങളോ? എന്താ കാര്യം? അതെ, അത് നേരത്തെ പറഞ്ഞല്ലോ. സത്യം? അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. സത്യം തന്നെയാണല്ലോ. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. ശരി, വയ്ക്കട്ടെ. മോളെ ശാർദു, ശാർദുവേ, എടി കമലം, എടി എടി ഒന്ന് ഓടി വാടി. എന്താ മനുഷ്യ കിടന്ന് കൂവുന്നത്? ഭ്രാന്തായോ? അതേടി മോളെ ശാർദു, നീ ഭാഗ്യമുള്ളവളാ. കഴിഞ്ഞ ആഴ്ച നിന്നെ കാണാൻ വന്ന പയ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കല്യാണം മാറിപ്പോയല്ലോ അച്ഛാ. സ്ത്രീധനം കിട്ടിയേ അടങ്ങൂ എന്ന് അവന്റെ അച്ഛനായിരുന്നു നിർബന്ധം. പക്ഷേ നിന്നെ മാത്രമേ കെട്ടൂ എന്ന് ആ പയ്യൻ നിർബന്ധം പിടിച്ചപ്പോ അയാൾ അവന് കീഴ്വഴങ്ങി. മോളെ, ഇതൊക്കെ അച്ഛൻ്റെ അടുത്ത് ആര് പറഞ്ഞു? ദേ ഇപ്പോ ആ പയ്യൻ വിളിച്ചിരുന്നു. മോളെ, വേറൊന്നു കൂടിയുണ്ട്. ഈ ചിങ്ങത്തിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹമെന്നും പറഞ്ഞു. അത് ഞാനൊക്കെ സമ്മതിക്കുകയും ചെയ്തു. ശരിയാണോ ഇത്? എന്റെ മകളുടെ വിവാഹക്കാര്യം ഞാൻ എന്തിന് കള്ളം പറയണം കമലം? മോളെ ശാർദു, നീ ഭാഗ്യമുള്ളവളാ മോളെ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃത്തവും ശാർദൂല വിക്രീഡിതമായിരുന്നു. അങ്ങനെ മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു. ഒരച്ഛന് സന്തോഷിക്കാൻ അല്പം വക.
എങ്കിലും ബാക്കി ഇനിയും രണ്ടുപേരുണ്ടല്ലോ കെട്ടിക്കാനെന്ന് ഓർക്കുമ്പോ വീണ്ടും സമാധാനക്കേട്. എന്റെ പ്രസിഡന്റ് ധൈര്യമായിട്ടിരിക്കണം. ഇങ്ങനെ നിരാശനായാലോ? അതിനും മാർഗമുണ്ട്. എന്ത് മാർഗം? ഒരിക്കൽ പരീക്ഷിച്ച് വിജയിച്ച വിദ്യ നമ്മൾ വീണ്ടും പ്രയോഗിക്കുന്നു. മനസ്സിലായില്ല അല്ലേ? എങ്കിൽ ഇതാ ഈ പേനയും പേപ്പറും അങ്ങോട്ട് പിടിച്ചാട്ടെ. എന്തിന്? അതിന്റെ മുകളിൽ ആദ്യം ഇങ്ങനെ എഴുതണം. എങ്ങനെ? വരനെ ആവശ്യമുണ്ട്. ഓ, അത് ശരി. എടാ ബുദ്ധിമാനേ. ശരി, എഴുതട്ടോടാ. എഴുതണം പ്രസിഡന്റ് ധൈര്യമായിട്ട്. വരനെ ആവശ്യമുണ്ട്. അതിസുന്ദരിയും വിദ്യാസമ്പന്നയും സൽഗുണസമ്പന്നയുമായ എന്റെ മകൾ വസന്തതിലകത്തിന് വരനെ ആവശ്യമുണ്ട്. 5 അടി 3 ഇഞ്ച് നീളം, 52 കിലോ ഭാരം. അനുയോജ്യമായ ആലോചനകൾ ക്ഷണിക്കുന്നു. കേരളത്തിൽ എവിടെ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. ആദ്യം ലഭിക്കുന്ന കത്തുകൾക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വിലാസം നീലകണ്ഠൻ, യമകവിലാസം, മഞ്ഞരി PO, കൊല്ലം. വരനെ ആവശ്യമുണ്ട് നാടകം സമാപിക്കുന്നു. രചന സന്തോഷ് P. വെള്ളിമൺ. ഇതിൽ പങ്കെടുത്തവർ S. ജഗന്നാഥൻ, അമരവിള സുരേഷ്, തിരുമല രാമചന്ദ്രൻ, ഡോക്ടർ തോമസ് മാത്യു, P. സജികുമാർ, മണക്കാട് ഉഷ, ഷൈല സലീം. സംവിധാനം KS റാണ പ്രതാപൻ, കുസുമ പ്രിയദർശിനി.